ഒടുവിൽ ഇന്ത്യയുടെ ആ വലിയ നീക്കം നടക്കാൻ പോവുകയാണ്. രാജ്യസ്നേഹികൾക്ക് ഇത് അഭിമാന നിമിഷം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോട്ടിലേക്ക് സ്വാഗതം. നേരെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ ഇനി വരുന്ന വർഷത്തിൽ ഒരു കിടിലൻ നീക്കം നടത്താൻ ഒരുങ്ങുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആഭ്യന്തരമായി നൂതന യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് ആ വലിയ വാർത്ത. ഇത് ഊഹാപോഹങ്ങളൊന്നുമല്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ച കാര്യമാണിത്. ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം ലോകത്തോട് വെളിപ്പെടുത്തിയത്. എഞ്ചിൻ നിർമ്മാണത്തിന് വേണ്ടി GE എയ്റോസ്പേസ്, അതുപോലെ തന്നെ സഫ്രാൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന എയ്റോസ്പേസ് സ്ഥാപനങ്ങളുമായി വലിയ ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾക്കൊക്കെ വലിയ പുരോഗതി കൈവരിക്കുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു. ഈ പദ്ധതി നടപ്പായാൽ എങ്ങനെയാകും എഞ്ചിൻ നിർമ്മാണം നടക്കുക? ഇന്ത്യൻ വിമാനങ്ങൾക്കായുള്ള യുദ്ധവിമാന എഞ്ചിനുകൾ ഇന്ത്യൻ മണ്ണിൽ തന്നെ ഇന്ത്യൻ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ചേർന്ന് നിർമ്മിക്കും എന്നത് ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതും ഞാൻ പറയുന്നതല്ല കേട്ടോ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. മറ്റു രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ഏതൊരു കരാറിലും ഉൽപാദനം സ്വന്തം മണ്ണിൽ ആക്കത്തക്ക വണ്ണം പൂർണ്ണ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് മുൻഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധ നിർമ്മാണത്തിൽ പൂർണ്ണ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന സർക്കാരിന്റെ പ്രധാന ലക്ഷ്യവുമായി ഈ നീക്കം യോജിക്കുന്നുവെന്ന് എടുത്തു തന്നെ പറയണം. ഇപ്പോൾ നമ്മുടെ തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിനും അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് യുദ്ധവിമാനങ്ങൾക്കും വേണ്ടിയുള്ള നിരവധി നിർണായക എയ്റോസ്പേസ് ഘടകങ്ങളും എഞ്ചിനുകളും ഇറക്കുമതി ചെയ്യുന്നത് രാജ്യം തുടരുമെന്നതാണ്. എന്നിരുന്നാലും ഈ ഇറക്കുമതികൾ താൽക്കാലിക നടപടി മാത്രമാണെന്നതാണ് മന്ത്രി പറഞ്ഞത്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വരും കാലങ്ങളിൽ തന്നെ നിർത്തി നമ്മൾ സ്വന്തമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നതിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത്രത്തോളമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ദീർഘകാല ലക്ഷ്യമെന്നത് മുഴുവൻ വിതരണ ശൃംഖലയിലും പൂർണ്ണമായ തദ്ദേശീയവൽക്കരണമാണ് എന്നതാണ് മന്ത്രി വാക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് വിദേശത്ത് നിന്ന് എഞ്ചിനുകൾ വാങ്ങാം, പക്ഷേ ഉൽപാദനം അത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കണം എന്നതാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. അതെ, നമുക്ക് അഭിമാന പുരസ്സരം പറയാം. ഇതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയ പദ്ധതികളിലേക്ക് തിരിയുമ്പോൾ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ AMCA പദ്ധതി ഡിസൈൻ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണെന്നും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വികസനം നല്ല വേഗതയിൽ പുരോഗമിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. നിലവിലെ സ്ഥിതി നല്ലതും തൃപ്തികരവുമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പദ്ധതിയുടെ പൂർത്തീകരണം വരുന്ന 10 വർഷത്തിനപ്പുറം നീട്ടാൻ സാധ്യതയില്ലെന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയ MRFA പ്രോഗ്രാമിന് കീഴിൽ 114 അധിക യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോസിറ്റീവ് ആക്കം കൂട്ടുന്നുണ്ടെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയെ കുറിച്ചാണ്. അത് ഇതിനകം 25,000 കോടി രൂപ കടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് 2030 ആകുമ്പോഴേക്കും 50,000 കോടി രൂപയ്ക്ക് മുകളിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം കയറ്റുമതി ചെയ്യുന്നതെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. സൈനിക വാഹനങ്ങൾ, നാവിക സംവിധാനങ്ങൾ, വെടിമരുന്ന്, ഡ്രോണുകൾ, അതുപോലെ തന്നെ കൃത്യതയുള്ള മറ്റ് ആയുധങ്ങൾ, ഇവയുടെയൊക്കെ കയറ്റുമതി കാരണമാണ് ഈ ദ്രുതഗതിയിലുള്ള വികാസത്തിന് കാരണമായത്. ഇത് പ്രതിരോധ കയറ്റുമതിയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകിയിരിക്കുകയാണ്.